All right, so let's go on to the next page. The living world is a storehouse of wonders. Have a look at a few more wonders of the world. നമ്മൾ വേറെ കുറെ ഓർഗാനിസംസിനെ കുറിച്ച് നമ്മൾ വായിക്കാൻ പോവുകയാണ്. New creatures from body parts. If the body parts of organisms like earthworm, planaria gets cut, the severed parts grow into new organisms. എന്ന് പറഞ്ഞാൽ പ്ലനേറിയ പോലത്തെ ഒരു ഓർഗാനിസമിനാണെങ്കിൽ എന്തെങ്കിലും ഒരു വെട്ട് കൊണ്ടു കഴിഞ്ഞാൽ ഈ വെട്ടിയ ഭാഗം പോലും മുറിഞ്ഞു പോയ ഭാഗം പോലും പുതിയൊരു ഓർഗാനിസം ആയിട്ട് അതുപോലത്തെ ഒരു പുതിയൊരു ഓർഗാനിസം ആയിട്ട് ആയിത്തീരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഒരു പ്ലനേറിയയെ നമ്മൾ രണ്ടായിട്ട് മുറിക്കുമ്പോഴത്തേക്ക് ഇത് രണ്ടായിട്ട് അങ്ങ് അതുപോലത്തെ ഒരു പ്ലനേറിയ ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ ഫാദർ ഗിവിംഗ് ബർത്ത് എന്ന് പറഞ്ഞാൽ സീ ഹോസസിലൊക്കെ ആണെങ്കിൽ ഇതില് അതിന്റെ അതിന്റെ ഫാദർ ആണ് മെയിൽ ഹോസ് ആണ് സീ ഹോസ് ആണ് പ്രസവിക്കുന്നത്. സോ യു സീ സീ ഹോസസ് ബിലോങ് ടു ദ ഗ്രൂപ്പ് ഓഫ് ഫിഷസ്. 7 inches are creatures 7 inches long. That means 7 inch ഉള്ള നീളമുള്ള creatures ആണ് ഈ സീ ഹോസ്. And eggs laid by the female sea horses are stored in the sac seen in the abdomen of the male sea horse. So ഈ ഒരു മെയിൽ സീ ഹോസിന്റെ വയറ്റിനകത്ത് ഒരു സഞ്ചി പോലെ ഉണ്ട്. അതിനകത്ത് ഈ ഫീമെയിൽ ആണെങ്കിൽ മുട്ടയിട്ടങ്ങ് വെച്ചേക്കും. എന്നിട്ട് 40 ദിവസം കഴിയുമ്പോഴത്തേക്ക് ദീസ് എഗ്സ് ദേ ഹാച്ച് ആൻഡ് ദ യങ് വൺസ് കം ഔട്ട് ഓഫ് ദ സാക്ക്. എന്നിട്ട് ആ ഒരു സഞ്ചിക്കകത്തുനിന്ന് 40 ദിവസം കഴിയുമ്പോഴത്തേക്ക് മുട്ട വിരിഞ്ഞിട്ട് ആ കുഞ്ഞുങ്ങളെല്ലാം ആ സഞ്ചിക്കകത്തുനിന്ന് പുറത്തോട്ട് വരും. That is why the male seahorse seems to give birth to its young ones. അതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത് ഈ സീഹോസ് മെയിൽ സീഹോസ് ആണ് എന്ന് പറയുന്നത്, മെയിൽ സീഹോസ് ആണ് ഈ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നത്. Now marsupial എന്ന് പറഞ്ഞാൽ kangaroo. The kangaroo commonly known as a marsupial or the poached mammal is found in Australia. നമ്മൾ കൂടുതലും ഓസ്ട്രേലിയയിൽ കാണുന്നതാണ് ഈ kangaroo-നെ വിളിക്കുന്നതാണ് marsupial. Okay, they look after the young one, keeping them in the sac in their body. അവരുടെ ബോഡിയിൽ അവരുടെ ശരീരത്തിൽ ഒരു സഞ്ചിയുണ്ട് കണ്ടോ, ഈ സഞ്ചിയിലാണ് അകത്താണ് അതിന്റെ കുഞ്ഞിനെ സൂക്ഷിച്ചു വെച്ച് അത് കൊണ്ട് നടക്കുന്നത്. പിന്നെ viviparous snake, the eggs of a viper hatch within the body itself. So നമ്മൾ കാണുന്ന വൈപ്പറിന്റെ ബോഡി മുട്ടയാണെങ്കിൽ, വൈപ്പർ എന്ന് പറയുന്ന സ്നേക്കിന്റെ മുട്ടയാണെങ്കിൽ അതിന്റെ ശരീരത്തിനകത്ത് തന്നെ അങ്ങ് വിരിയാണ്. എന്നിട്ട് when the young ones come out of the body, it appears that the viper gives birth to the young ones. എന്നിട്ട് ഈ ജീവനോടെയുള്ള ഈ മുട്ട ശരീരത്തിൽ തന്നെ അകത്ത് തന്നെ വിരിഞ്ഞിട്ട് അത് ശരീരത്തിന്റെ പുറത്തോട്ട് ജീവൻ ഉള്ളതുപോലെ തന്നെയാണ് അത് പ്രസവിക്കുന്ന പോലെയാണ് അത് നമ്മൾ കാണുന്നത്. But this is what is happening. It hatches inside the body of the viper. After the young ones have come out, the viper does not take care of them. That means ബോഡിക്ക് വെളിയിലോട്ട് ഈ കുഞ്ഞുങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ വൈപ്പർ ഈ കുഞ്ഞുങ്ങളെ ഒന്നും ശ്രദ്ധിക്കാറില്ല. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഈ ഓർഗാനിസംസിനെ കുറിച്ച് പഠിച്ചത്. പിന്നെ കോറൽസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. കോറൽസ് എന്ന് പറയുന്നത് റെയിൻ ഫോറസ്റ്റ് ഓഫ് ദ സീ ആണ്. ഓക്കെ, റെയിൻ ഫോറസ്റ്റ് മീൻസ് കടലിനകത്തുള്ള ഒരു വനമാണ് കോറൽസ്. ഓക്കെ, ആൻഡ് ദേ അപ്പിയർ അറ്റ് ദ ബോട്ടം ഓഫ് ദ സീ. ഒരു ഗാർഡൻ പോലെ ഈ കടലിന്റെ ഏറ്റവും അടിയിലാണ് ഇതിനെ കാണുന്നത്. ആൻഡ് ഇത് ഒരു ഹാബിറ്റാറ്റ് ആണ്, പല ടൈപ്പിലെ സീ ക്രീച്ചേഴ്സിനുള്ള ഒരു ഹാബിറ്റാറ്റ് ആണ് ഈ കോറൽസ്. ആൻഡ് കോറൽസ് കൺട്രോൾ ദ സീ ടർബുലൻസ് ടു സം എക്സ്റ്റെന്റ്. മീൻസ് ഭയങ്കര തിരയൊക്കെ ഉണ്ടെങ്കിൽ ഈ കോറൽസ് ആണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കോറൽസിനെ ഉപയോഗിച്ച് കുറെ മരുന്നുകൾ, പല അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഈ കോറൽസ് ഇപ്പം കാണാനും ഭയങ്കര പ്രയാസമാണ്, എക്സ്റ്റിങ്ഷന്റെ വേർജിലാണ്, ഇതെല്ലാം നശിച്ചു പോകുന്നുണ്ട് ബിക്കോസ് ഓഫ് ദ പൊല്യൂഷൻ ആൻഡ് ആർ ഇന്റർഫിയറൻസ് വിത്ത് ദ നേച്ചർ. അതുകൊണ്ട് ഭയങ്കരമായിട്ട് നഷ്ടപ്പെട്ട് പോകുന്നുണ്ട്. സോ ദ ഇയേഴ്സ് 1997 and 2008 were observed as coral years. ഈ 1997 ഉം 2008 നമ്മൾ കോറൽ ഇയേഴ്സ് ആയിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. ആ ഒരു ഒബ്സർവ് ചെയ്യുന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊട്ടക്ടിങ് കോറൽസിന്റെ ഒരു എന്തുകൊണ്ടാണ് ഈ കോറൽസിനെ പ്രൊട്ടക്ട് ചെയ്യാനതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ 2 വർഷം നമ്മൾ കോറൽ ഇയേഴ്സ് ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. ദ വേൾഡ്സ് ബിഗസ്റ്റ് കോറൽ ലീഫ് ഇസ് ദ ഗ്രേറ്റ് ബാരിയർ ലീഫ് ഇൻ ഓസ്ട്രേലിയ. ലോകത്തിലെ ഏറ്റവും വലിയ കോറൽ ലീഫ് നമ്മൾ കാണുന്നത് ഗ്രേറ്റ് ബാരിയർ ലീഫ്, ഓസ്ട്രേലിയയിലുള്ള ഗ്രേറ്റ് ബാരിയർ ലീഫിലാണ്. Now there are corals in abundance in ലക്ഷദ്വീപ് ഓൾസോ. ലക്ഷദ്വീപിൽ നമ്മൾ കാണുന്നുണ്ട്, കുറെ കോറൽസ് നമ്മൾ കാണുന്നുണ്ട്. ഇനിയും കുറെ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. എന്തുകൊണ്ടാണ് ഈ ബയോഡൈവേഴ്സിറ്റി എല്ലാം നശിച്ചു പോകുന്നത്? ബിക്കോസ് നമ്മൾ കാണുന്നത് നമ്മുടെ വനങ്ങളെല്ലാം നമ്മൾ ഡീഫോറസ്റ്റ് ചെയ്യുന്നുണ്ട്, കുറെ മരങ്ങൾ നമ്മൾ വെട്ടി മാറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ കുറെ നമ്മുടെ
നമ്മുടെ പാഡി ഫീൽഡ്സ് വയൽ പ്രദേശങ്ങളും കുറെ വെള്ളം നമ്മുടെ ലേക്സ് എല്ലാം കൂടെ നമ്മൾ വാട്ടർ ബോഡീസ് എല്ലാം കൂടെ നമ്മൾ ലെവൽ ചെയ്തിട്ട് മണ്ണിട്ട് നിറയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ക്യാച്ചിങ് ഫിഷ് ബൈ മിക്സിംഗ് പോയിസൺ വാട്ടർ, നമ്മൾ വെള്ളത്തിനകത്ത് വിഷം ചേർത്തിട്ട് നമ്മൾ മീൻ പിടിക്കാൻ നോക്കുന്നുണ്ട്. സോ ഇങ്ങനെ കുറെ നമ്മൾ വേറെ വേസ്റ്റ് എല്ലാം വെള്ളത്തിനകത്ത് ഇടുന്നുണ്ട്. സോ ഇങ്ങനെ കുറെ ബയോഡൈവേഴ്സിറ്റി നമ്മൾ നശിപ്പിച്ച് കളയുന്നുണ്ട്. Okay, so these are the things that you learned in this lesson, and then we'll move on to the question answers. So what are mammals എന്താണ്? ഇതെല്ലാം നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതണം. What are mammals? Viviparous organisms. They give birth to their young ones and feed milk. What are the peculiarities of mammals? They give birth to young ones and feed milk, have hair in the body and presence of a pinna. ഇനി മാമൽസിലുള്ള എല്ലാ മാമൽസും വൈവിപാരസ് അല്ല, ജീവനുള്ളത് അല്ല, ജീവനുള്ള കുഞ്ഞുങ്ങൾക്കല്ല ജന്മം കൊടുക്കുന്നത്. They give birth to, there are egg laying mammals as well. So what is oviparous? They reproduce by laying eggs. And what is metamorphosis? The process by which the larva, the young ones in the larva stage, they grow into organisms similar to their parents through different stages of growth. So അത് ഈ കുഞ്ഞുങ്ങളെല്ലാം അവരുടെ പേരൻസിനെ പോലെ വളർന്നു വരുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്നതാണ് മെറ്റമോർഫോസിസ്. What are larvae? The young ones hatching out of the eggs of certain organisms that do not resemble their parents. ഈ കൊച്ചു കുഞ്ഞുങ്ങൾ മുട്ടയിൽ നിന്ന് വിരിയുമ്പോഴത്തേക്ക് they don't resemble their parents, അവരുടെ പേരൻസിനെ പോലെ അല്ല കാണുന്നത്. അത് ചൂടെ മാറ്റങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. അത് വേറൊരു രീതിയിലാണ് നമ്മൾ കാണുന്നത്. അതിന് പറയുന്നതാണ് ലാർവ. What are amphibians? They live both on land and water. Now name the autobiography of Dr. Salim Ali, the world famous bird watcher. ഏതാണ് ഓട്ടോഗ്രാഫിയുടെ പേര്? The fall of a sparrow എന്നാണ് ഓട്ടോബയോഗ്രഫിയുടെ പേര്. Why were years 1997 and 2008 observed as coral years? എന്തുകൊണ്ടാണ് 1997 and 2008 നമ്മൾ coral years ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്? They are observed as coral years in order to create awareness of the importance of protecting corals. Corals എന്തുകൊണ്ടാണ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, അതിന്റെ ഇമ്പോർട്ടൻസിനെ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയാണ് 1997 and 2008 observed as coral years. Where is the world's biggest coral reef? ഓസ്ട്രേലിയയിൽ ഗ്രേറ്റ് ബാരിയർ റീഫ് ആണ് വേൾഡ്സ് ബിഗ്ഗസ്റ്റ് കോറൽ റീഫ്. And what are the activities that lead to the destruction of biodiversity? Deforestation, leveling of paddy fields and water bodies with mud, catching fish by mixing poison in water. All right. So these are the questions that you have to write in the notebook. Okay. And I've explained the lesson. In case you have any questions, please do message me.